ഹായ് ഡിയേഴ്സ്, ബ്രസീലിൻ്റെ ഫസ്റ്റ് മാച്ച് ഞങ്ങൾ ഫ്രണ്ട്സിലെല്ലാവരും കൂടി ചേർന്ന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇരുന്ന് കാണാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി രാത്രി പുലർച്ചയ്ക്ക് 2:30 മണിക്കെങ്ങാനും ആയിരുന്നു എന്ന് തോന്നുന്നു. ആ സമയത്ത് ഇരുന്ന് കളി കാണുകയാണ്. കളി കാണുന്നേക്കാൾ ഞങ്ങൾ ഇയാളെ കാണാനാണ് കേട്ടോ വന്നത്. ഇതാണ് ഇവിടുത്തെ പുതിയൊരു ഐറ്റം. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരാളുടെ വീട്ടിൽ ഇത് വാങ്ങി. അവരുടെ വീട്ടിലാണല്ലോ ഇപ്പോൾ ഞങ്ങൾ മാച്ച് കാണാൻ വന്നത്. അപ്പോൾ നമ്മുടെ റോബോട്ടാണ് കേട്ടോ. സംഭവം അടിപൊളിയാട്ടോ. ഇത് ആൾ കാണുന്ന പോലെയല്ല, നല്ല സൂപ്പറായിട്ട് ക്ലീനാക്കി തരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഇട്ട് വെച്ച് പോയാൽ നമുക്ക് ഫോണിൽ ആപ്പ് വെച്ചിട്ട് അതിനെ നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. മൊത്തം ക്ലീനാക്കി തരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്നു. ഞങ്ങൾ 3 പേര് മാത്രം കിടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരാൾക്ക് വിശപ്പ് തോന്നിയപ്പോൾ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയപ്പോൾ വീട്ടിൽ ഉടമസ്ഥത ഉണ്ടല്ലോ, ഞങ്ങൾ കൊണ്ട് ഐസ്ക്രീം കഴിപ്പിക്കുകയാണ്. അപ്പോൾ വാനില ഐസ്ക്രീമാണ് കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ പറഞ്ഞത് അതിൽ കോഫി ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന്. എന്നാൽ പിന്നെ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വാനില ഐസ്ക്രീമിൻ്റെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് കോഫി ഉണ്ടാക്കിയിട്ട്, ആ കോഫി ഷുഗറൊന്നും ഇടാതെ കോഫി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ഐസ്ക്രീമിലേക്ക് 2-3 സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് ഐസ്ക്രീം കഴിച്ച് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അവൾ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. സംഭവം നല്ല ഡൽഗോണ കോഫിയും നമ്മുടെ കോൾഡ് കോഫിയും നല്ല ഐസ്ക്രീം ചിൽഡ് കോഫിയൊക്കെ കഴിക്കുന്ന അടിപൊളി ഫീൽ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ വാനില ഐസ്ക്രീം കിട്ടുമ്പോൾ കോഫി അതിൽ ഒഴിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾ കിടക്കാൻ പോവാണ് കേട്ടോ. 6:45 ഞങ്ങളിപ്പോൾ കിടക്കാൻ പോകുന്നത്. കാരണം 4 മണിക്ക് കളി കഴിഞ്ഞിട്ട് എല്ലാവരും 4 മണിക്ക് ഉറങ്ങി, ഞങ്ങൾ മാത്രം ഉറങ്ങിയില്ല. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗുമായി കാണാം. താങ്ക് യു.